ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യനാണ്, ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 11 കിലോ വോൾട്ട്, 110 കിലോ വോൾട്ട്, 230 വോൾട്ട്, 110 വോൾട്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. വൈദ്യുത നിലയം എന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷനാണ്. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്, പവർ സ്റ്റേഷനിൽ നമുക്കറിയാം 3 ഫേസ് ജനറേറ്ററാണ് ഉപയോഗിക്കുക. 3 ഫേസ് ജനറേറ്ററാണ് അധികവും പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ഫേസ് ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ എടുക്കുമ്പം P = VI. അപ്പം അവിടെ കറണ്ട് കുറച്ചിട്ട്, പവർ സ്റ്റേഷനിൽ കറണ്ട് കുറച്ചിട്ട് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുക. കറണ്ട് കുറച്ച് എന്ത് ചെയ്യും? വോൾട്ടേജ് കൂട്ടും. അപ്പോൾ നമുക്ക് പവർ കൂടും. പവർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെക്കൻഡിൽ ഒരു യൂണിറ്റ് സമയത്ത് വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവാണ് പവർ. അതായത് നമ്മൾ വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് പവർ, ഇലക്ട്രിക് പവർ. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പം കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. നമ്മൾ ഉപയോഗിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഏതാണ് ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഓക്കെ, അപ്പം വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടും. അതായത് 11 കിലോ വോൾട്ട് എന്താക്കി ഉയർത്തും? 220 കിലോ വോൾട്ടാക്കി ഉയർത്തും. 220 കിലോ വോൾട്ടാക്കി ഉയർത്തിയിട്ടാണ് സബ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. 11 കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 11,000 വോൾട്ട്. 11,000 വോൾട്ടിനാ 2,20,000 വോൾട്ടാക്കിയിട്ട്, അല്ലെങ്കിൽ 220 കിലോ വോൾട്ടാക്കി ഉയർത്തിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുക? സബ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സബ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് വിതരണ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കണം, വീട്ടിലേക്ക് കൊടുക്കണം. അപ്പം വിതരണ ട്രാൻസ്ഫോമറിലേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത് എത്ര വോൾട്ടാണ്? 230 വോൾട്ടാണ്. വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എത്രയാണ്? വീട്ടിലേക്ക് വരുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ടാണ് വീട്ടിലേക്ക് വരിക. അപ്പോൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടും. സബ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കുറയ്ക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കുറച്ചിട്ട് എന്ത് ചെയ്യും? വിതരണ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന എത്ര വോൾട്ടാണ്? 230 വോൾട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. നമ്മുടെ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 11 കിലോ വോൾട്ടാണ്. 11 കിലോ വോൾട്ടിനെ വോൾട്ടാക്കുമ്പോൾ 11,000 വോൾട്ട് വരും. അതുപോലെ തന്നെ 220 കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 2,20,000 കിലോ വോൾട്ടായിട്ട് വരും. അപ്പോൾ ട്രാൻസ്ഫോമറാണ് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലെ തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലെ തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലെ തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ പവർ സ്റ്റേഷനിൽ ഒരുപാട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ പവർ ആ സമയത്ത് കൂടും. അപ്പോൾ പവർ കാണാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷനാണ് P = VI. മറ്റൊരു ഇക്വേഷൻ ഉണ്ട് P = I²R. മറ്റൊരു ഇക്വേഷനാണ് P = V²/R. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ P = VI, P = I²R, P = V²/R. ഇത് മൂന്നാണ് പവർ കാണാനുള്ള ഇക്വേഷൻ. ഒരു HP, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ 746 വാട്ടാണ്. ഒരു HP 746. മോട്ടോറിലൊക്കെ കാണാം ഒരു HP, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അപ്പം വൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്, പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 kV. ആൻസർ എത്രയാണ് വരിക? 11 kV. വീട്ടിലേക്ക് വരുന്നത് എത്രയാണ്? 230 വോൾട്ട്. എത്രയാണ്? 230 വോൾട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.
താങ്ക് യു.